चिड़िया में निंदिया और निंदिया में मीठा सा सपना और सपने में मिल जाए फरिश्ता सा कोई. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുമ്പോൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. ഇത് നമ്മുടെ സ്കൂളത്തെ ഇനി ഹിന്ദു കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു സ്കൂളത്തെ കുട്ടികളോട് അവിടുത്തെ ടീച്ചർ ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു മോഡൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ശിവലിംഗത്തിന്റെ മോഡലാണ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കൂൾ അങ്ങനെ ശിവലിംഗത്തിന്റെ മോഡൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കല്ലേ. ഇതൊരു സ്കൂളാണ്. പല ജാതി പല വർഗത്തിൽപ്പെട്ട പല ആളുകൾ പഠിക്കാൻ വരുന്ന വളരെ വ്യത്യസ്തമായ ചിന്താഗതിയിലും മറ്റൊക്കെ പിള്ളേർക്ക് പകർന്നു നടക്കേണ്ട ഒരു സ്കൂളിലാണ് കുട്ടികളോട് ശിവലിംഗത്തിന്റെയാണ് ഒരു ശില്പം ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ചൈന എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അത് AI ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. AI സ്കില്ലുകളാണ് ഈ ഒരു സമയത്തൊക്കെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണെങ്കിൽ എങ്ങനെയാണ് പ്രാക്ടിക്കൽ തിങ്കിങ്ങിനെ പറ്റിയിട്ടാണ് അമേരിക്കയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതർത്ഥം ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കുട്ടികളോട് ശിവലിംഗമാണ് ക്ലേ കൊണ്ട് കളിമണ്ണ് കൊണ്ട് ശിവലിംഗമാണ് നിർമ്മിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതുകൊണ്ട് എന്തു ഗുണമാണ് കുട്ടികൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. എല്ലാ കുട്ടികളും വളരെ ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ടീച്ചറെ മുമ്പിൽ ഇങ്ങനെ സമർപ്പിക്കുന്നത്. ഭയങ്കര ഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടാണ്. ഒരു തരത്തിലുള്ള സയന്റിഫിക് തിങ്കിങ്ങോ മറ്റും ആ ഒരു കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ഇന്ത്യയിൽ എന്തൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു ഓട്ടപ്രദക്ഷിണം എന്നൊക്കെ പറയാം. സുഹൃത്തുക്കളെ, ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. ഒരു ഗംഭീര സിനിമയാണ്. യാദവ് ജി കി ലവ് സ്റ്റോറി എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ആ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് സൈഡിൽ കാണില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടില്ലേ? യാദവ് കി ലവ് സ്റ്റോറി. ആ ഒരു സിനിമ നിർത്തണം. അതിൽ പറയുന്നത് ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതിന്റെ വളരെ രസകരമായിട്ട് ചിത്രീകരിച്ച സിനിമ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ആ സിനിമ ഇന്ത്യൻ ഭരണഘടനയെ, ഇന്ത്യൻ ദേശീയതയെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില തീവ്ര ഹിന്ദുത്വ സംഘടനകൾ കേസ് കൊടുത്തു. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം വിവാഹം ചെയ്യുന്നത് ദേശീയ ഘടനയെ നശിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. യാദവ് കി ലവ് സ്റ്റോറി നിരോധിക്കില്ല. എന്നാൽ നിരോധിക്കപ്പെടേണ്ട ഒരു സിനിമ ഇതിന് തൊട്ടും പറഞ്ഞായിരുന്നു. അത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ബീഫ് വായിലേക്ക് കുത്തിത്തിരിക്കി വെക്കുന്ന, മനഃപൂർവ്വം ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ട് മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന എന്നീ പറഞ്ഞിട്ടുള്ള സിനിമ, ഒരു ഫേക്ക് സിനിമ, ഒരു സംഘി പ്രൊപ്പഗണ്ട സിനിമ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിന് ഏകദേശം തള്ളിക്കളഞ്ഞു നമ്മുടെ കേരളത്തിലെ ആളുകളെ. എന്തായാലും ഈ ഒരു ഹർജിയും ഇത് നിരോധിച്ചിരിക്കുകയാണ്. ഒരു സിനിമയുടെ പേര് എങ്ങനെയാണ് സമുദായത്തെ മോശമായി പ്രതിഫലിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ചിത്രത്തിൽ യാദവ സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്നൊന്നുമില്ല എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള 2 സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ഇങ്ങനെയാണ്, നിങ്ങളത് കേൾക്കണം. സുഹൃത്തുക്കളെ, ഇതൊരു ഹിന്ദു നേതാവാണ്. അദ്ദേഹം പറയുന്നത്, ഇത്തവണ ഈദ് നടക്കില്ല, ഈദിന്റെ നമസ്കാരം നടത്തില്ല. ഡൽഹിയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഭീഷണിയുമായി ഹിന്ദു രക്ഷാദൾ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഇന്ത്യയില് മുസ്ലിങ്ങളുടെ ഒരു തരത്തിലുള്ള ആരാധന രീതികളും ഇവിടെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ, നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ആലോചിച്ച്. ഇതിന്റെ ഭാഗമായിട്ട് അത് തീവ്രമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭ്രാന്ത് പിടിച്ച് വിവരം വിദ്യാഭ്യാസം ഇല്ലാതെ കുറവ് ഉത്തരേന്ത്യക്കാര് ഭ്രാന്ത് പിടിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി അതിന് ഭ്രാന്ത് നടന്നു എന്ന് കൂടി വേണം നിങ്ങൾക്ക് കാണാൻ. ഒരു ഭ്രാന്ത് നോക്കൂ, എവിടെയത്? മനസ്സിലായോ? ബീഹാറില് നോമ്പുകാരിയായ യുവതിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു. മദ്യവും മൂത്രവും കുടിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. മർദ്ദിച്ചു കൊന്നു വന്നിരിക്കുകയാണ്. അതായത് ഇത്തരത്തിലുള്ള ചില നേതാക്കന്മാരുടെ വർത്തമാനവും മറ്റും കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ചില ഭീകരവാദികൾ എന്നർത്ഥം. അതിന്റെ ഒന്നുകൂടിയുണ്ട്. ബീഹാറിലാണ് തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സംഗതി
വേറൊരു ഗുരുതരമായ സംഭവമാണ്. ബീഹാറിൽ ഗ്രാമമുഖ്യന്റെ അടുത്ത് പരാതിയുമായി പോയ മുസ്ലിം വയോധികയ്ക്ക് കെട്ടിയിട്ട് ക്രൂരമർദ്ദനം. നോമ്പിന് മദ്യവും ഗോമൂത്രവും കുടിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ 65-കാരി റോഷൻ ഖാത്തൂന് ദാരുണാന്ത്യം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇത് വേറെ നല്ല ഒരു വാർത്ത കൂടിയാണ്. ഹിന്ദു പെൺകുട്ടി മുസ്ലിം വിവാഹം കഴിച്ചാൽ രാജ്യത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന്. എന്നാൽ അതേ സമയം തന്നെ അതിഭീകരമായ രീതിയിൽ ചില സംഭവം കൂടി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിം ജനവിഭാഗം ഏറ്റവും മോശക്കാരാണെന്ന് ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചിത്രീകരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ സംഭവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത അതിൻ്റെ അണികള് ഇറങ്ങിയിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. ബൈ.